പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രാവിലെ കാലത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നലെ നാം ചിന്തിച്ച് നിർത്തി, പ്രതിസന്ധി വരുമ്പോൾ ഒന്നുകിൽ നാം ദൈവത്തോട് അടുക്കും, അല്ലെങ്കിൽ നാം ദൈവത്തോട് അകലും, അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. All your days have already been written in God's book. When you go through a disappointment, don't stop on that page. Keep believing. You may be tired, discouraged and frustrated, but don't give up on your future. Our God is faithful. Praise the Lord. നമ്മുടെ നാളുകളെല്ലാം കർത്താവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയും പ്ലാനും ഹല്ലേലൂയ എല്ലാം അവൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ആ ബ്ലൂ പ്രിൻ്റ് അവൻ നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. അതുകൊണ്ട് നിരാശ വരുമ്പോൾ അവിടെ തന്നെ നിൽക്കരുത്. രൂത്തിന് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കാമായിരുന്നു, അല്ലേ? തൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, ഒന്നുമില്ലാത്തൊരു ദേശത്തായി ഇപ്പോൾ ഒരു അമ്മായിമ്മ ഉണ്ടായത് മടങ്ങിപ്പോകുമ്പോൾ ഡിസപ്പോയിൻമെൻറ്റ് കൊണ്ട് നിറയാമായിരുന്നു. പക്ഷെ അവൾ നിറഞ്ഞില്ല. അവൾ ഡിസ്കറേജ്ഡ് ആയില്ല, ഫ്രസ്ട്രേറ്റഡ് ആയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും വിശ്വസിക്കണമേ, ഓർക്കണമേ, നമ്മുടെ ദൈവം വിശ്വസ്തനാ. ഹീസ് ഫെയ്ത്ത്ഫുൾ. ഹല്ലേലൂയ. അവൻ നമ്മോട് കരുണ കാണിക്കും. തീർച്ചയായും നമ്മോട് കരുണ കാണിക്കും. ബേത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ നവോമി ഓടിപ്പോയി. എന്നാൽ മോവാബിൽ പിശാച് അവരെ തളച്ചു. നവോമി പ്രതികൂലത്തിൽ ദൈവത്തോടകന്നു. എത്ര പ്രതികൂലം വന്നാലും ശാശ്വതവാസിയായ ദൈവത്തെ പിടിച്ചു. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയവുമില്ല. പുതിയ പ്രശ്നം എന്തുണ്ട്? ഇന്ന് വരെ കാണാത്ത, അനുഭവിക്കാത്ത പ്രശ്നം എന്തുണ്ട്? അത് പുതിയ നിലയിൽ ഇന്ന് വരെ കാണാത്ത, അനുഭവിക്കാത്ത നിലയിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണമേ, അത് ദൈവത്തെ രുചിച്ചറിയാനാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു തലമുറയെ ലഭിക്കുമെന്ന്. എന്നാൽ അവൻ്റെ ശരീരസ്ഥിതിയും ഭാര്യയുടെ നിർജീവത്വവും എല്ലാം ഉണ്ടായിട്ടും അവൻ ദൈവത്തെ വിശ്വസിച്ചു. റോമാലേഖനം 4 അധ്യായം 20 മുതൽ നാം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. സോ തലമുറയെ കിട്ടി. മറ്റാർക്കുമില്ലാത്ത പ്രതികൂലം എനിക്കെന്ത്? എൻ്റെ ദൈവം ശക്തിയുള്ള ദൈവമെന്ന് എനിക്ക് മറ്റാരേക്കാളും കൂടുതലായി അറിയാനാ. നിൻ്റെ സന്തതി തീർന്നു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് നിൻ്റെ സന്തതിക്ക് വേണ്ടി ആറ്റുകൊറ്റനെ കരുതിയ കർത്താവാണ് നമ്മുടെ കർത്താവ്. രൂത്തിൻ്റെ പുസ്തകം 1 അധ്യായം 6 വാക്യത്തിൽ, പ്രൈസ് ദി ലോർഡ്, യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോവാൻ തൻ്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. ബേത്ലഹേമിലെ ക്ഷാമം താത്കാലികം. ദൈവഭവനത്തിൽ ക്ഷാമം വന്നാൽ അത് താത്കാലികമാണ്. അവൾ പുറപ്പെട്ടു. ദെൻ ഷീ എറോസ്. അവൾ എഴുന്നേറ്റു. 1 കേട്ടു, 2 വിശ്വസിച്ചു, 3 സ്റ്റെപ്പ് എടുത്തു. ആക്ഷൻ, ദാറ്റ് ഈസ് പുറപ്പെടണം. അവൾ പുറപ്പെട്ടു. രൂത്തിൻ്റെ പുസ്തകം 1:7. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന ഹല്ലേലൂയ ആ സ്ഥലം വിട്ടിട്ട് അവിടുന്ന് പോകുവാൻ തക്കവണ്ണം ആ യഹൂദാ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. വിടാതെ മടങ്ങിപ്പോകാൻ സാധ്യമല്ല. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ടു. എന്നിട്ട് യഹൂദാ ദേശത്തേക്ക് മടങ്ങിപ്പോവാൻ യാത്രയായി. വിടാതെ മടങ്ങിപ്പോവാൻ സാധ്യമല്ല. ചിലതൊക്കെ വിടണം. വിടേണ്ടതായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ തനിയെ ശോധന ചെയ്യുക. നമ്മൾക്ക് തനിയെ ശോധന ചെയ്യാം. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പന്നി തിന്നുന്ന വാളവരുടെ ചിന്ത വിട്ടാലേ അപ്പൻ്റെ മേശയിലെ സ്വാദ് ഭോജനത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റൂ. നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ ഈ നാളിൽ
ശുദ്ധമായിരിക്കട്ടെ. ഫിലിപ്പർ 4:8 പറയുന്ന, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. തോട്ട് ലൈഫിനെ കുറിച്ച് ഈ അടുത്തയിടെ അല്ലേ നമ്മൾ ചിന്തിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ ഭാഗം എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല, കാരണം നമ്മെ വളരെ കീഴടക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ ചിന്താമണ്ഡലം. പ്രൈസ് ദി ലോർഡ്. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അവർ അവളോട്, അതായത് മരുമക്കൾ, ഞങ്ങളും നിന്നോടുകൂടെ ഈ ജനത്തിൻ്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അതിന് നവോമി പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. എന്തിനെന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാർ ഉണ്ടോ? പ്രൈസ് ലോർഡ്. അമ്മായിയമ്മയുടെ കൂടെ രൂത്ത് നിന്നു. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നതിൻ്റെ ഉദ്ദേശം ദൈവം ശോധന ചെയ്യും. രൂത്തിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു, നോട്ട് ഫോർ ഭൗമിക നന്മ. പട്ടിണിയൊന്നും കിടക്കണ്ട, വേറെ രാജ്യത്ത് അങ്ങനെ അങ്ങ് പോകാം എന്നോർത്തൊന്നും പോയതല്ല. നിന്നോടും ഇന്ന് പകൽക്കാലം ദൈവത്തിന് പറയാനുള്ളത്, ദൈവജനമേ, നമുക്ക് ദൈവത്തോടും നമുക്ക് വേണ്ടപ്പെട്ടവരോടും ദൈവജനത്തോടും ഒക്കെ ഉള്ള സ്നേഹം, അതിൻ്റെ യഥാർത്ഥ പിക്ചർ ആർക്കറിയാമെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിനറിയാം. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ മരുമക്കളുമായിട്ട് ഒരുമിച്ച് ഇറങ്ങിയത്. പക്ഷേ രൂത്തിൻ്റെ പുസ്തകം 1:15 നാം കാണുന്നു, ഒരാൾ, ഓർപ്പ, മടങ്ങിപ്പോയി. കൂടെയുള്ളവർ പിന്മാറിയാൽ, കൂടെയുള്ളവർ ഇട്ടിട്ട് പോയാൽ നീ ക്ഷീണിക്കും. നീ കൂടെയുള്ളവരെ നോക്കല്ലേ, വിശ്വാസത്തിൻ്റെ നായനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. ഓർപ്പ അങ്ങനെ ഒരു ഓർമ്മയായി മാറി. അവൾക്ക് സകല സമ്പത്തുക്കളും നന്മകളുമെല്ലാം നഷ്ടമായി. തൻ്റെ ദേവന്മാരുടെ അടുക്കിലേക്ക് അവൾ മടങ്ങിപ്പോയി. എന്നാൽ നീ കോംപ്രമൈസ് ചെയ്യരുത്. ആത്മീയ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ല. ആത്മീയ വിഷയത്തിൽ റിവേഴ്സ് ഗിയർ ഇല്ല. മുന്നോട്ട് മുന്നോട്ട് മാത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നീ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 24:58 ഒന്ന് ചിന്ത തിരിച്ചുവിട്ടാൽ, റെബേക്കയുടെ വീട്ടുകാർ റെബേക്കയെ വിളിച്ച് അവളോട്, നീ ഈ പുരുഷനോട് പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്നവൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ അതിരാവിലെ ഈ ഒരൊറ്റ വാക്യത്തിലെ ഒരു തീരുമാനം റെബേക്കയുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ റെബേക്കയുടെ ഡയറക്ഷൻ ഓഫ് ലൈഫ് നിശ്ചയിച്ചു. ഞാൻ പോരുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവപൈതലേ, നീ എടുക്കുന്ന തീരുമാനം ഒരു തീരുമാനമായിരിക്കണം. രൂത്ത് 1:21 മടങ്ങി വന്ന വ്യക്തി, അവൾ ഒഴിഞ്ഞവളായിട്ടാണ് വന്നത്. ദൈവികതമല്ലായിരുന്നു അവൾ പോയത്. മോവാബിൽ വെച്ച് നിറഞ്ഞത് മുഴുവൻ അവൾക്ക് അവിടെ കളയണമായിരുന്നു. ദൈവത്തിന് ചേരാത്തത്, പ്രമാണത്തിന് നിരക്കാത്തത്, ഒരു ദൈവ പൈതലിന് പറ്റാത്തത് എല്ലാം നാം വിട്ടുകളയണം. അതെല്ലാം ഒഴിച്ചു കളയണം. മോവാബിൻ്റെ മണം നമ്മിൽ നിന്ന് മാറിപ്പോണം. എന്നിട്ട് ഒരൊഴിഞ്ഞ പാത്രമായി നാം ദൈവസന്നിധിയിൽ വന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നിറയ്ക്കും. കാരണം അവൻ നിറവിൻ്റെ ദൈവമാണ്, അവൻ നിറയ്ക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നിറച്ച് ശൂന്യമായി പോയ സ്ഥലങ്ങളിലൊക്കെ അവൻ തന്നെ പണിത് നമ്മെ നടത്തിയെങ്കിൽ, ഈ അതിരാവിലെ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവം തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ഒരു നിറവിലേക്ക് നമ്മെ നടത്തുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, 1-ാം അധ്യായം തീരുമാനത്തിൻ്റെ അധ്യായമാണ്. ഹല്ലേലൂയ. പക്ഷേ ആ അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട്. കരച്ചിലിൻ്റെ അധ്യായമായിരുന്നു അല്ലേ. നഷ്ടങ്ങളും കഷ്ടങ്ങളും എല്ലാം വന്നു എങ്കിലും പ്രൈസ് ദി ലോർഡ്, അത് തീരുമാനത്തിൻ്റെ അധ്യായമാണ്. അങ്ങനെ ഉറച്ച മനസ്സോടെ, ഉറച്ച ഡിസിഷനോടെ, ഒരു ഡിറ്റർമിനേഷനോടെ, ഒരു തീരുമാനത്തോടെ രൂത്ത് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുക. യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിങ്കൽ ബോവസിൻ്റെ ഹല്ലേലൂയ ഒക്കെ ആ കളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ ബേത്ലഹേമിലെത്തി.
പ്രൈസ് ലോർഡ്. കരം പിടിച്ച് വഴി കാണിച്ച് നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രൈസ് ലോർഡ്. അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. God does not create a lock without its key. And God does not give you problems without its solutions. Trust Him. Hallelujah. ഒരു ലോക്ക് ഉണ്ടെങ്കിൽ അതിനൊരു കീ ഉണ്ടായിരിക്കും, അതുണ്ടാക്കിയിരിക്കും. ഹല്ലേലൂയ. അതുപോലെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരവും എൻ്റെ ദൈവം കണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് നമുക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം അവനിൽ ആശ്രയിക്കണം, അവനിൽ ട്രസ്റ്റ് ചെയ്യണം. ഇന്ന് പകൽക്കാലം അതിനായി ഏൽപ്പിച്ചു കൊടുക്കാമോ? കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണം ഞങ്ങൾ തന്നെയാണെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിലൊരു വ്യത്യാസം വരുത്തുവാൻ തക്കവണ്ണം വിടേണ്ടതിനെ വിട്ടുകളഞ്ഞ്, മാറ്റിക്കളയേണ്ടതിനെ മാറ്റിക്കളഞ്ഞ്, വേർപാട് പാലിക്കേണ്ടടുത്ത് വേർപാട് പാലിച്ച് ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് എങ്ങോട്ടേക്ക് ഞങ്ങളുടെ ചൂടുകൾ വെക്കണം, എങ്ങോട്ടേക്ക് ഞങ്ങളുടെ കാലുകൾ വെക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആത്മീയ വിഷയമായി സ്വർഗത്തിൻ്റെ അരുളപ്പാടുകളനുസരിച്ച് ജീവിപ്പാൻ തക്കണം ആവശ്യമാകുന്ന സ്വർഗീയ കൃപ നീ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ നന്മയിലേക്ക് നടത്തുന്ന ദൈവമാണ്, നീ ഉയർച്ചയിലേക്ക് നടത്തുന്ന ദൈവമാണ്. ഞങ്ങൾ താഴ്വരയിൽ കടന്നുപോയാലും ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉയർന്ന സ്ഥലം നീ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് ഞങ്ങൾക്ക് തനിയെ നടന്നു കയറുവാൻ കഴിയില്ലപ്പാ. എന്നാൽ നീ ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അബ്രഹാമിനെ പോലെ ഹല്ലേലൂയ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ തന്നിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും അവകാശമായി പ്രാപിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പാരമ്പര്യത്തിൻ്റെ കെട്ടുകൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോട്ടെ, എല്ലാ മോവാബി മണങ്ങളും ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മോവാബി ശക്തികൾ ഹല്ലേലൂയ കർത്താവെ, പാരമ്പര്യ ശക്തികൾ അവയൊന്നും ഞങ്ങളുടെ മേൽ വാഴാതെ വണ്ണം പുതിയ തീരുമാനത്തോടെ കർത്താവെ ഞങ്ങളുടെ കാലുകൾ എടുത്ത് മുന്നോട്ട് നീങ്ങുവാൻ കൊണ്ട് നിങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.